ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കുവൈറ്റിലൊരു പുതിയ പാർക്ക് ഈ 2026 ജനുവരി 7 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജിയോ പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ യാത്ര. അവിടെ ഒരുപാട് പുരാതന വസ്തുക്കൾ, അതുപോലെ ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ആദ്യത്തെ എണ്ണക്കിണർ ഇവിടെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് പോയിട്ട് കാണുന്നതിൽ കാണാം. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഈ ജിയോ പാർക്കിലേക്ക് വരാൻ വേണ്ടി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. കുവൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടിയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു QR കോഡ് കിട്ടും. ആ QR കോഡ് ഇവിടെ ഗേറ്റിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് അവിടുന്ന് കുവൈറ്റ് സിറ്റിയിൽ നിന്നൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റോളം യാത്ര ഇങ്ങോട്ടുണ്ട്. കുവൈറ്റിലെ ഏറ്റവും വലിയ പാലം, അതായത് കോസ്വേ കടന്നിട്ട് തൊട്ടടുത്താണ് ഇപ്പോൾ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്ക് വരുന്നത് 1KD ആണ്. കളിക്കാനായിട്ട് ഒരു പാർക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ സ്ഥലം കാണാനായിട്ട്. ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിവിടെ ജനുവരിയിലാണ് ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ആവശ്യക്കാർക്ക് കുതിര സവാരി നടത്താൻ വേണ്ടി കുതിര വണ്ടിയൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. شلون هذا؟ كم هذا؟ شلون؟ شخص بدينار. كم؟ شخص بدينار. واحد دينار؟ واحد دينار. كم ساعة؟ كم ساعة؟ كم شهور؟ كم دقيقة هذا؟ نطلع على الجبل. واحد دينار؟ اثنين يفروا؟ اثنين يفروا؟ ايوه. اوكي صورة. അപ്പോൾ ഞങ്ങൾ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി കുതിര വണ്ടിയിൽ 1 ദിനാറാണ് പറയുന്നത്. മേലെ പോകുന്നുണ്ട് 3 വിമാനം. ക്യാമറയിൽ ശരിക്കും കാണുന്നുണ്ടോയെന്നറിയില്ല. അതിലൂടെ ഒട്ടക സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടക സവാരി, അതിനുള്ള ഒട്ടകമാണ് അവിടെ കിടക്കുന്നത്. പിന്നെ അവിടെ എന്തോ ഒരു പക്ഷിയുടെ ഇത് കൂടൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. സാൻഡ്രാക്കോസ്, ഇതിനുള്ളിൽ എന്തോ ഉണ്ട് എന്ന് കയറി നോക്കാട്ടോ. റൈഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് കുതിര റൈഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു മലപ്രദേശമാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട് ആളുകൾ. അറ്റത്ത് കാണുന്നുണ്ടോ? എല്ലാം മലയുടെ മുകളിലും ആളുകളുണ്ട്. അതിൽ ഒട്ടക സവാരി ഉണ്ട്, കുതിര സവാരി എല്ലാം ഇവിടെ ഉണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുതിര സവാരികളുണ്ട്. ഇതാണ് ഗേറ്റ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ എൻട്രി ഫീസ് 2KD ആണ് ഒരാൾക്ക്. ഇവിടെ പാറകളെ കൊണ്ടൊക്കെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാഴ്ചകളാണിത്. എന്താ ആ മലയുടെ മേലെ ആൾ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഉള്ളിലോട്ട് കയറി നോക്കാം. പഴമ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ പുരാതന വസ്തുക്കൾ എന്ന് പറയാമല്ലോ, പഴയ വീടുകൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഒരു പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഫേ സാധനങ്ങളൊക്കെ, കഫേ ഏരിയ ഉണ്ട് ഒക്കെ ഇവിടെ ഉണ്ട്. ബർഗർ, ഒരുപാട് പേര് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഷവർമ, മലയുടെ മുകളിൽ ഒട്ടകങ്ങളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വരിയായി കാണുന്ന ഇവിടുത്തെ വാഷ്റൂമാണ് കേട്ടോ. ഇതെല്ലാം സിമെൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എല്ലാം. ഇതിൻ്റെ മലയുടെ മുകളിലൊക്കെ നല്ല രസത്തിൽ ഒട്ടകങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ടീ ഷോപ്പ്, ഒരു മലയുടെ മുകളിൽ കുറേ ഒട്ടകങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും, പോയി നോക്കാം. വിസിറ്റർ സെൻറ്റർ, ആളുകൾക്കൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ്. നമുക്കൊന്ന് ഉള്ളിലോട്ട് പോയി നോക്കാം. They have much today. എന്ത് പുരാതന വസ്തുക്കൾ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം. ഇത് ചെറിയൊരു മ്യൂസിയമാണ് കേട്ടോ. മ്യൂസിയത്തിനുള്ളിലാണ് കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു മ്യൂസിയത്തിനുള്ളിൽ വന്നതാണ് കേട്ടോ. അവിടെ പല വിധത്തിലുള്ള കല്ലുകളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. 70 million years ago. شو
कहाँ से शुरू करे कहाँ खत्म करे कहते चलो पहले इनको का दिला दो ആണോ हां तो करना तो क्यों सी Same one. सेम Then how come it's so expensive? കുന്നിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. مني حركات كانت مصعبة. ആ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അതൊക്കെ കേട്ടോ. جبت كده تسلل قوي ها ريدي شنو طاح നമ്മൾ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ പാർക്കിംഗ് ആണ് കാണുന്നത്. ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അതിൻ്റെ ആ വണ്ടികൾ വരുന്നുണ്ടോ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. വന്ന് ഇത് പാർക്കിങ്. ഇതാണ് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. Pasis gaya है तो. अंदर आ जाएगा. थोड़ा पास में आओ. थोड़ा सा पास में आ जाओ. हाँ कोई बात नहीं हाँ क्या फोटो आया है देखो. കുറേ ബൈക്ക് റൈഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് വരുന്നുണ്ട്. അവിടുന്ന് പോരുമ്പോൾ കണ്ടായിരുന്നു, ഇങ്ങനെ വരുന്നത് കണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട്. वही ना 250 दिरहम आ Pinnak babu, pinnak. ഇതൊക്കെ നാച്ചുറൽ പാറകളാണ്. ഇവിടെ കുറേ ബൈക്കുകൾ നമ്മൾ നേരത്തെ കണ്ടില്ല. ആ ബൈക്കുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലെയും കണ്ടിരുന്നു. അവരിങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നമുക്ക് കണ്ടിരുന്നു ബൈക്കുകളൊക്കെ ഇങ്ങോട്ട് പോരുന്നത്. എല്ലാ സൈസുള്ള ബൈക്കുകളും ഉണ്ട് ഇവിടെ. അസ്സലാമു അലൈക്കും.
നാഷണൽ ഡേ പ്രമാണിച്ച് എല്ലാവരും ഫ്ലാഗുകളൊക്കെ വെച്ചിട്ടുണ്ട്. കുവൈറ്റ് ഫ്ലാഗ്. അപ്പോൾ ഇത്രയുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിൽക്കുന്ന ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോവുകയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ കണ്ടല്ലേ, അതാണ് ഇപ്പോൾ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു കുതിരവണ്ടി പോകുന്നുണ്ടോ? സൂപ്പറായിട്ടില്ലേ?